എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ ഈ പറയുന്ന 10 ഐഫോൺ ട്രിക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ ഈ ഐഫോൺ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആ 10% വ്യക്തികളിൽ ഒരാളായിരിക്കും നിങ്ങൾ. കാരണം വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഈ ഒരു ഐഫോൺ വാങ്ങിയിട്ട് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറയുന്നത് നോക്കിക്കൊണ്ടിരിക്കാനാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ഈ ഫോൺ വാങ്ങിയത് വെറുതെ പോവും. സോ ദീസ് ആർ ദ 10 അമേസിംഗ് തിങ്സ് യുവർ ഐഫോൺ ക്യാൻ ഡു. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഇതിൽ ഒന്നാമത്തത്, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മൾ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഒരു ഗൂഗിളിലോ അല്ലെങ്കിൽ 10 പൈസ മറ്റൊരു ആപ്ലിക്കേഷന് സബ്സ്ക്രൈബ് പോലും ചെയ്യാതെ നമ്മൾ പോകുന്നതോ അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവരോ വരുന്ന ഫ്ലൈറ്റുകൾ റിയൽ ടൈം ട്രാക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മുടെ മെസ്സേജസ് ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. മെസ്സേജസ് ആപ്പിൽ നമ്മളുടെ പോകേണ്ട ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഫ്ലൈറ്റ് നമ്പർ അങ്ങ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് റിവ്യൂ ഓപ്ഷൻ കാണും. അതിലൂടെ നമുക്ക് കൃത്യം ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി സ്പോട്ട്ലൈറ്റ് സെർച്ചിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. സ്പോട്ട്ലൈറ്റ് സെർച്ചിലും നമ്മൾ ഓൾറെഡി കൊടുത്തേക്കുന്ന ആ ഫ്ലൈറ്റ് നമ്പർ അതിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്പാർച്ചർ ടൈം, അറൈവിംഗ് ടൈം, ഈവൻ ബാഗേജ് ക്ലെയിം, അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയാൻ സാധിക്കും. 2, iOSന്റെ ഫീച്ചേഴ്സിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സ്പോട്ട്ലൈറ്റ് സെർച്ച്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കറൻസി കൺവേർഷൻ എന്നുള്ളത്. സോ കറൻസി കൺവേർഷൻ ഡയറക്റ്റ്ലി നമുക്ക് സ്പോട്ട്ലൈറ്റ് സെർച്ച് ചെയ്യുന്ന ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലർക്കും അറിയാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സ്പോട്ട്ലൈറ്റ് സെർച്ച് വീണ്ടും ആക്സസ് ചെയ്യുക. ഇതിൽ നമുക്ക് വേണ്ട ഡോളറിൻ്റെ എണ്ണം, ഇപ്പോൾ ഞാൻ 678 എന്നിട്ട് ഡോളർ സൈനും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കൺവേർഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഈ കറൻസി കൺവേർഷൻ ഓട്ടോമാറ്റിക്കലി നടക്കുന്നത് നമ്മുടെ പ്രീ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്തേക്കുന്ന ആ ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനെ ബേസ് ചെയ്തായിരിക്കും. അതായത് ഞാനിവിടെ ഇന്ത്യയിലാണുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആകുന്ന ഇന്ത്യൻ റൂപ്പീസിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലെ കറൻസി റേറ്റുകൾ അറിയണം എന്നുണ്ടെങ്കിൽ ബിൽറ്റിനായിട്ട് നമുക്കൊരു ഫോറിൻ എക്സ്ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. അതാണ് കാൽക്കുലേറ്റർ ആപ്പ്. സോ കാൽക്കുലേറ്റർ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. കാൽക്കുലേറ്റർ ആപ്പിൽ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ ഈ ഒരു ഓപ്ഷനിൽ കാൽക്കുലേറ്റർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ലിറ്ററലി ഏത് കറൻസി എക്സ്ചേഞ്ച് റേറ്റുകളും ലൈവ് ഡേറ്റ നമുക്കറിയാൻ സാധിക്കും. ജസ്റ്റ് ഈ ഇവിടെ കറൻസി കൊടുത്തിട്ടുണ്ട് SAR എന്നാണ്, അത് സൗദി റിയാലാണ്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളുടെയും കറൻസി റേഞ്ചുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഖത്തർ റിയാൽ എത്രയാണ്, സോ 410 ഖത്തർ റിയാൽ എന്ന് പറയുന്നത് ഇന്ത്യൻ മണി എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യൻ വാല്യൂകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറൻസി റേറ്റ് മാത്രമല്ല മറ്റ് പല യൂണിറ്റുകളുടെയും വാല്യൂസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡേറ്റ, എനർജി, ഫോഴ്സ്, ലിറ്ററലി ഏത് കൺവേർഷൻ യൂണിറ്റ്സ് ആണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കാൽക്കുലേറ്റർ ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെയ്ത് വെച്ചിരുന്ന ഒരു കണക്ക് നിങ്ങൾക്ക് മിസ്സായി, അത് തിരികെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഈ ഒരു ക്ലോക്കിൻ്റെ ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ കണക്കുകളും. അതിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു കണക്ക് ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആ കണക്കിലേക്ക് തന്നെ ഡയറക്റ്റ് പോകാൻ സാധിക്കും. ഇനി ഇതേ കണക്കിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോപ്പി എക്സ്പ്രഷൻ ആൻഡ് കോപ്പി റിസൾട്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കോപ്പി ചെയ്യാം. ഇനി അതല്ല റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കുന്നതാണ്. 4, റിവേഴ്സ് ഇമേജ് സെർച്ച്. അതായത് ഐഫോണിൽ ബിൽറ്റിനായിട്ട് ഇതിനൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതാണ് വിഷ്വൽ ഇൻ്റലിജൻസ്. ഈ ഒരു ഫീച്ചറിൻ്റെ സഹായത്തോടെ ലിറ്ററലി നമുക്ക് ഏത് ഇമേജുകളും റിവേഴ്സ് സെർച്ചുകൾ നടത്താൻ സാധിക്കും. അത് ആപ്പിൾ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകളുടെ കാര്യമാണ്. അതായത് ഐഫോൺ 15 Pro മുതലുള്ള ഡിവൈസുകളിലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് ഉള്ളത്. അതിനുവേണ്ടി നമ്മൾ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ഇമേജ് പകർത്തുക, ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ എടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെർച്ചിൽ അങ്ങ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ഇമേജ് സെർച്ച് നടത്താൻ കഴിയും. സോ ഗൂഗിളിലായിരിക്കും ഇത് സെർച്ച് ചെയ്യുന്നത്. നമുക്കിവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പിൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നമുക്ക് ഈ ഒരു ഇമേജിന് സിമിലർ ആയിട്ടുള്ള ഇമേജുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഗൂഗിളിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഫോൺ, ഇപ്പോൾ ഐഫോൺ SE ആണ് നമ്മൾ എടുത്തേക്കുന്നത്, അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വരെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നോർമൽ 15, 13, 14, 12 ഒക്കെ ആയിക്കോട്ടെ, ഈ ഡിവൈസുകളൊന്നും ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമേജ് റിവേഴ്സ് സെർച്ച് നടത്താവോ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനും നമുക്ക് ഐഫോണിലുണ്ട്. അതിനുവേണ്ടി ഗൂഗിൾ സെർച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇമേജ് സെലക്ട് ചെയ്യുക, ഷെയർ ഷീറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗൂഗിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കും സെർച്ച് വിത്ത് ഗൂഗിൾ ലെൻസ് എന്നുള്ളത്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ വിഷ്വൽ ഇൻ്റലിജൻസിൽ നമ്മൾ ഈ ഒരു ഇമേജ് റിവേഴ്സ് സെർച്ച് നടത്തുന്ന അതേ സിമിലർ റിസൾട്ടുകൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഈ ഒരു ഇമേജ് ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അടുത്തത് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ വേ ടു മാനേജ് യുവർ നോട്ടിഫിക്കേഷൻസ്. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സിലൊന്നും പോകാതെ തന്നെ റൈറ്റ് ഫ്രം നമ്മുടെ ലോക്ക് സ്ക്രീൻ
ഈ നോട്ടിഫിക്കേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നോട്ടിഫിക്കേഷൻ സെൻറ്ററിലേക്ക് പോവുക. നിങ്ങൾക്ക് ശല്യമായിട്ടുള്ള താൽക്കാലികമായിട്ടൊന്ന് ഡിസേബിൾ ചെയ്യണം അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഇവിടെ പതുക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. അതിൽ മ്യൂട്ട് ഫോർ 1 hour അല്ലെങ്കിൽ മ്യൂട്ട് ഫോർ ടുഡേ എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 1 മണിക്കൂറിലേക്കോ ഈ ആപ്പിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും മ്യൂട്ട് ആയിരിക്കും. ഇനി ഇത് ഡയറക്റ്റ്ലി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നോട്ടിഫിക്കേഷൻ ഡിസേബിൾഡ് ആയിരിക്കും. നമ്മൾ പിന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ പോയാൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് റീ എനേബിൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്തത് നമ്മളുടെ സാക്ഷാൽ സഫാരിയിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് ടാബുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് അറിയാതെ ഇതുപോലത്തെ ടാബുകളിലേക്ക് സെർച്ച് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ടാബ് അറിയാതെ ആക്സിഡൻ്റലി ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇത് ഏത് ടാബാണ് ക്ലോസ് ആയത്, നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി ഓപ്പൺ ആക്കി വെച്ചേക്കുന്നതായിരിക്കും. സോ എങ്ങനെ നമുക്ക് ആ ഡിലീറ്റ് ആയ ടാബിനെ തിരികെ കൊണ്ടുവരാം? സോ ഇൻ കേസ് ഇതിൽ അറിയാതെ ഒരു പേജ് അങ്ങ് ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പേജ് റിട്രീവ് ചെയ്യാൻ സിമ്പിളാണ്. ഈ താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾ കാണാം ഇന്റൽ 1440F എന്ന് പറഞ്ഞ ആ ഒരു പേജ് ആയിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്തത്. നിങ്ങൾക്കത് സിംപ്ലി തിരിച്ച് റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോണിന് അതെ ഈ കാണുന്നതാണ് ആക്ഷൻ ബട്ടൺ. ഈ ബട്ടൺ ഉള്ള ഡിവൈസ് ആണ് എന്നുണ്ടെങ്കിൽ മിക്ക ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ ഒന്നെങ്കിൽ ഈ ഒരു ആക്ഷൻ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിവൈസ് മ്യൂട്ടാക്കാം അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, ഇതായിരിക്കും. സത്യത്തിൽ അതല്ല. അതിനപ്പുറം പല കാര്യങ്ങളും ഈ ഒരു ആക്ഷൻ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ ആക്ഷൻ ബട്ടണിലേക്ക് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൺട്രോൾസ്. ഈ ചൂസ് എ കൺട്രോൾ എന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി കൺട്രോൾ സെൻറ്ററിൽ ഉപയോഗിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഇപ്പം ആപ്പിൾ ഇൻ്റലിജൻസ് അല്ലാതെ നിങ്ങൾ മറ്റേതെങ്കിലും AI ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാം ChatGPT അല്ലെങ്കിൽ ക്ലോഡ്, ഇതിൻ്റെയൊക്കെ വെർച്വൽ ഇൻ്റലിജൻസിന് ക്വിക്ക് ആക്സസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ChatGPTയുടെ ആ ഒരു വോയിസ് ചാറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് കൺട്രോൾ സെൻറ്റർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ ബട്ടൺ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആക്ഷൻ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ChatGPT ആണ് ഓപ്പൺ ആയി വരുന്നത്. സോ അതിനോട് ഡയറക്റ്റ്ലി ഈ ഒരു വോയിസിനോട് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഷോർട്ട് കട്ട്സിൻ്റെ സഹായത്തോടെ നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇതേ ആക്ഷൻ ബട്ടണിലൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ഷോർട്ട് കട്ട്സിൻ്റെ അടുത്ത് വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഒന്നിലധികം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടണിലൂടെ ആക്സസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് വൈഫൈ പാസ്വേഡുകൾ നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് നമ്മൾ QR കോഡായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈഫൈയുടെ സെറ്റിങ്സിൽ പോയിട്ട് അതിനകത്ത് വൈഫൈ ഇവിടെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ വൈഫൈയുടെയും പാസ്വേഡും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. അതിൽ ഈ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ സാധിക്കും. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഈ വൈഫൈ പാസ്വേഡ് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുന്നേക്കാളും എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു കിടിലൻ ഓപ്ഷനാണ് ആപ്പിൾ പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ്. ഇതിൽ നമുക്ക് വേണ്ട പാസ്വേഡ് സെലക്ട് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നെങ്കിൽ നമുക്ക് QR കോഡായിട്ട് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാം, ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ലഭിക്കുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പാസ്വേഡ് ഓപ്ഷൻ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഷോ ഇൻ ലാർജ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ വരും. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പം ഈ പാസ്വേഡ് വായിക്കാനും റീഡബിൾ ആയിട്ടും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇനി ഒരു ഐഫോൺ യൂസർ എന്ന നിലയിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പ്രൊഡക്ടിവിറ്റി. സോ പ്രൊഡക്റ്റീവായിട്ടിരുന്നാലേ ഉള്ളൂ നമുക്ക് കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. സോ ഇതിന് നമ്മളെ സഹായിക്കുന്ന 2 ഫീച്ചേഴ്സ് ഐഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഫിൽറ്റേഴ്സ്. ഈ ഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫോൺ ഉപയോഗിക്കാൻ ഒരു രസമൊക്കെ തോന്നുന്നത് ഇതുപോലെ പോപ്പപ്പ് ആയിട്ടുള്ള കളേഴ്സൊക്കെ കാണുമ്പോഴാണ്. എന്നാൽ ഇത് ഗ്രേ ഫിൽറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു രസമോ പഞ്ചിനെസ്സോ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിക്കാൻ ചില ആളുകൾക്കെങ്കിലും തോന്നാതിരിക്കും. സോ അങ്ങനെ നമ്മൾ ഫോൺ മാറ്റി വെക്കും. സോ ഫിൽറ്റേഴ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടി സെറ്റിംഗ്സ് ജനറൽസിലെ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ പോവാം. ആക്സസിബിലിറ്റിയിൽ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ താഴത്തേക്ക് അങ്ങ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കളർ ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. കളർ ഫിൽറ്റേഴ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഗ്രേ സ്കെയിലാണ്. ഈ ഗ്രേ സ്കെയിൽ അങ്ങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു പുലിമയോ കാര്യങ്ങളൊന്നുമില്ല. കാണാം കളേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോൺ ഉപയോഗിക്കണം എന്നുള്ള തോന്നൽ വരത്തില്ല. സോ ഇതൊരു നിസ്സാരമായിട്ടുള്ള ട്രിക്കാണ്. ഇതിലൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി നമ്മളുടെ ഈ ഒരു ഫോൺ യൂസേജിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഗ്രേ സ്കെയിൽ ഓപ്ഷൻ നിങ്ങൾ ഇങ്ങനെ
സെറ്റിങ്സിനകത്ത് 2-3 സെറ്റിങ്സിനകത്ത് കയറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇത് എനേബിൾ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുക. കൺട്രോൾ സെൻറ്ററിലേക്ക് പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ആഡ് കൺട്രോൾസ് ഓപ്ഷനിൽ പോയിട്ട് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പം വിഷൻ ആക്സസിബിലിറ്റിയിൽ അതങ്ങനെ കൺട്രോൾ സെൻറ്ററിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എനേബിൾഡ് ആണ്, ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾഡ് ആവും, വീണ്ടും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേ സ്കെയിലേക്ക് പോകും. ഇനി 2 പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ മറ്റൊരു രീതിയിൽ ഐഫോൺ എങ്ങനെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൽ ബിൽറ്റിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ആക്സസിബിലിറ്റി ഓപ്ഷനിൽ പോവുക, ഇവിടെ ഓഡിയോ ആൻഡ് വിഷ്വൽ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇപ്പം മഴയുടെ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കും. ഞാനിപ്പം റെയിനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു നോയ്സ് അല്ലെങ്കിൽ സൗണ്ട് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അല്ല വേണ്ടത്, നിങ്ങൾക്കൊരു ആംബിയൻ മ്യൂസിക് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഫ്രീ ആയിട്ട് ബിൽറ്റിനായിട്ട് ആപ്പിൾ ആംബിയൻ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ഒരു വിജിറ്റിൽ അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ വിജിറ്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. അവിടെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു പ്ലസ് ഐക്കൺ കാണാം. എന്നിട്ട് ഇവിടെ നമ്മൾ മ്യൂസിക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, ആംബിയൻ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ വരും. അതങ്ങ് ടാപ്പ് ചെയ്തതിന് ശേഷം ആഡ് വിജിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആംബിയൻ മ്യൂസിക്കിൻ്റെ വിജിറ്റും ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിരവധി ആംബിയൻ മ്യൂസിക് ഓപ്ഷൻസ് ഉണ്ട്, ചില്ല്, സ്ലീപ്പ്, പ്രൊഡക്ടിവിറ്റി. സോ പ്രൊഡക്ടിവിറ്റിയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ആംബിയൻ മ്യൂസിക് എഡിറ്റ് ഓപ്ഷനിൽ പോവുക, നമുക്ക് സ്ലീപ്പ്, പ്രൊഡക്ടിവിറ്റി എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് ഏത് പ്ലേലിസ്റ്റ് വേണം, പ്രൊഡക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പ്ലേലിസ്റ്റ് വേണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ആംബിയൻ മ്യൂസിക് ആസ്വദിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. ഇതിൽ അടുത്തത് ക്വിക്ക് ഡയൽ ഫീച്ചറാണ്. അതിനുവേണ്ടി നമ്മൾ ഫോൺ ആപ്പ് പോലും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്ഥിരം വിളിക്കുന്ന, ചിലപ്പോൾ നമ്മളുടെ പേരൻസ് ആകാം അല്ലെങ്കിൽ നമ്മളുടെ വൈഫോ ഹസ്ബൻഡോ ആകാം. സോ ഇങ്ങനെയുള്ള കോൺടാക്റ്റുകളെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഹോം സ്ക്രീനിൽ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഷോർട്ട് കട്ട്സ് ആപ്പ് വേണം ഓപ്പൺ ചെയ്യാൻ. ഷോർട്ട് കട്ട്സ് ആപ്പിൽ പുതിയൊരു ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കോൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ആപ്പിൻ്റെ കോൾ തന്നെയാണ്. ജസ്റ്റ് ആ കോൾ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. വേണ്ട കോൺടാക്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ എനിക്ക് വേണ്ട ഒരു കോൺടാക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ ചെയ്യണം, കാരണം ഇത് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യണം. ഇവിടെ ടാപ്പ് ചെയ്തു, ടാപ്പ് ചെയ്തതിനു ശേഷം റീനെയിം കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഇത് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യണം. സോ ആഡ് ടു ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആപ്പ് ഐക്കൺസ് ചേഞ്ച് ചെയ്യാം, കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം. അതിന് പകരം നമ്മൾ ഒരു ഇമേജ്, ഈ ഒരു യൂസറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺടാക്റ്റിൻ്റെ ഒരു ഇമേജ് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ചൂസ് ഫോട്ടോ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊരു ഇമേജ് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്തു, ആഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ആ ഒരു കോൺടാക്റ്റ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു, ഈ കോൺടാക്റ്റിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടു ഹോം സ്ക്രീനിലേക്ക് ഫ്രണ്ടിൽ തന്നെ. ഇനി ജസ്റ്റ് ഞാൻ ആ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ എളുപ്പം ക്വിക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. വേറെ ആപ്പോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ ചെയ്യേണ്ട, ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങളിൽ എത്ര പേർക്കറിയാം iOS 26 നോട്ട്സ് ആപ്പിൽ ബിൽറ്റിനായിട്ട് വോയിസ് റെക്കോർഡർ അല്ലെങ്കിൽ വോയിസ് മെമ്മോ ആപ്പ് അല്ലെങ്കിൽ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ലെക്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങിലാണ്, സോ അതിൽ പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നോട്ട്സ് ആപ്പിനകത്തുള്ള വോയിസ് റെക്കോർഡർ ഫീച്ചർ ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി നോട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. നോട്ട്സ് ആപ്പിൽ പുതിയൊരു നോട്ട് എടുക്കുക. താഴെ കാണുന്ന പേപ്പർ ക്ലിപ്പ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, റെക്കോർഡ് ഓഡിയോ ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മളുടെ വോയിസ് മെമ്മോ ആപ്പിനകത്ത് ഓഡിയോ റെക്കോർഡ് ഓപ്ഷൻ വരുന്നത് അതുപോലെ തന്നെയാണ്. റെക്കോർഡിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യാനാണ്. സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ, ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ആണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ നമുക്കത് പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് നോട്ട്സ് ആപ്പിൽ വോയിസ് മെമ്മോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോയിലൂടെ iOS 26 റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നിങ്ങൾക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന കിടിലൻ കുറച്ച് ഫീച്ചേഴ്സാണ്. മാക്സിമം നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ ഐഫോണിൽ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ലാതായി പോകും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മെലൻ, catch you guys next one. Until then, peace.